വ്യായാമങ്ങളില്ലാതെ ഗുളികകൾ മാത്രം കഴിച്ച് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗറിനൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇതാണ് പലരുടെയും മനസ്സിലെ ചിന്ത. ഇത്രയും വലിയൊരു വിഡ്ഢിത്തരം ഭൂമിയിൽ ഇനി നിങ്ങൾ പഠിക്കാൻ ബാക്കിയില്ല. കാരണം ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജി ആക്കുന്ന ഒരു മരുന്നും ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. രക്തക്കൊള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്തിച്ചേരുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അത് എനർജി ആക്കുന്നത് ഭൂരിഭാഗവും 95% മസിൽസിൻ്റെ അകത്താണ്. അധ്വാനിക്കുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ ആ ഗ്ലൂക്കോസ് എനർജിയായി പോകുന്ന അനുസരിച്ചാണ് ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് എടുത്തു പോകുന്നതും ഗ്ലൂക്കോസ് എടുത്ത് കഴിയുമ്പോൾ കൊഴുപ്പ് എടുക്കുന്നത്. സോ നിങ്ങൾ ഇൻസുലിൻ കുത്തിവെച്ചോ ഗുളിക കഴിച്ചോ ബ്ലഡ് ഷുഗർ കുറക്കുമ്പോൾ ഈ ബ്ലഡ് ഷുഗർ എന്നോട് പോയി എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത് എനർജി ആക്കാൻ ഒരു മരുന്നും ഇല്ല. സോ വ്യായാമം ഇല്ലാതെ ഗുളിക കൊണ്ടും ഇൻസുലിൻ കൊണ്ടും ബ്ലഡ് ഷുഗർ ഇങ്ങനെ കൺട്രോൾ നിർത്തിയിട്ട് ഓക്കെയാണ് ബ്ലഡ് ഷുഗർ ഓക്കെ, PA1C ഓക്കെ, ഇത്രയും വലിയ മണ്ടത്തരം വേറെ ഉണ്ടാവില്ല. നിങ്ങളുടെ രക്തക്കൊഴലുകൾ, ചെറിയ രക്തക്കൊഴലിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടി സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ് ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കും, തടിച്ച് അതിലിരുന്ന പോലെ. കുറച്ചുകൂടെ വലിയ കുഴലിൻ്റെയൊക്കെ ഭിത്തിയിൽ മുരിങ്ങാക്കോല് പോലെ LDL, ചീത്തക്കൊഴുപ്പ്, പഴയ വൈദ്യം പറയുന്ന ദുർമേധസ് അടിഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും അകാല വാർദ്ധക്യം, ഓരോ അവയവങ്ങൾക്കും വയസ്സായിക്കൊണ്ടിരിക്കും. ഏത് അവയവത്തെ ബാധിക്കുന്നു അതനുസരിച്ച് അൽഷിമർ, അറ്റാക്ക്, സ്ട്രോക്ക്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, റിജിഡിറ്റി, സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടിലിറ്റി, കാല് മുറിക്കേണ്ടി വരുന്ന, കിഡ്നി കേടാവുന്നു, ഫാറ്റി ലിവർ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ശരിക്കും ഉള്ള സത്യം മനസ്സിലാക്കുക. ഇൻസുലിൻ കൊണ്ടോ ഗുളികകൾ കൊണ്ടോ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറച്ച് നിർത്തിയിട്ട് ട്രീറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കില്ലേ. നമ്മുടെ ശരീരത്തിനുള്ളൊരു ഒരു ഹീലിംഗ് പവർ ഉള്ളത് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത്. പക്ഷെ എത്ര കാലം പോകുമെന്ന് എനിക്കറിയില്ല.